നമസ്കാരം, ന്യൂസ് അറ്റ് മരിയനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫ്ലെമിംഗ് സേവ്യർ. പ്രധാന വാർത്തകൾ. വീണ്ടും ട്രംപ് യുഗം. മുല്ലപ്പെരിയാർ ഉപ്പ് ശേഖരണം ആരംഭിച്ചു. മരിയൻ കോളേജിൽ കേരളപ്പിറവി ആഘോഷം. കുമളിയിലെ റോസ് പാർക്ക് വിനോദസഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. വാർത്തകൾ വിശദമായി. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് രണ്ടാം തവണയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത്. 2020-ൽ ജോ ബൈഡനുമായി മത്സരിച്ച് നിരാശയായെങ്കിലും 2024-ൽ വിജയം വീണ്ടും തിരികെ പിടിച്ചു. ഇന്ത്യൻ വംശജ കമല ഹാരിസിന് എതിരെയായിരുന്നു മത്സരം. നിരവധി വിവാദങ്ങൾക്കൊടുവിൽ ട്രംപ് വീണ്ടും വിജയം കരസ്ഥമാക്കുകയായിരുന്നു. I want to thank the American people for the extraordinary honor of being elected your 47th president and your 45th president. And every citizen, I will fight for you, for your family, and your future. Every single day, I will be fighting for you, and with every breath in my body, I will not rest until we have delivered the strong, safe, and prosperous America that our children deserve and that you deserve. This will truly be the golden age of America. That's what we have to have. This is a magnificent victory for the American people that will allow us to make America great again. മുല്ലപ്പെരിയാർ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരിയൻ കോളേജിൽ സ്റ്റുഡൻസ് കൗൺസിൽ ഒപ്പ് ശേഖരണം തുടങ്ങി. മനുഷ്യാവകാശ പ്രവർത്തകനും ലോക സമാധാന സംഘടനാ അംഗവുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മരിയൻ കോളേജിൽ വെച്ച് ഒപ്പ് ശേഖരണം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെപ്പറ്റിയുള്ള ആശങ്ക അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുത്താൻ മുല്ലപ്പെരിയാർ സമരസമിതി ശ്രമം തുടങ്ങി. ഡാമിന്റെ അടുത്ത് താമസിക്കുന്ന 5 ലക്ഷം വ്യക്തികളുടെ ഒപ്പുശേഖരണമാണ് നടത്തപ്പെട്ടത്. ഒരു മാസത്തെ ഒപ്പുശേഖരണം കുട്ടിക്കാനം മരിയൻ കോളേജിൽ നിന്നുമാണ് തുടക്കം കുറിച്ചത്. 1500 വിദ്യാർത്ഥികളുടെ ഒപ്പ് ശേഖരിച്ച് സമരസമിതിക്ക് കൈമാറി. മരിയൻ കോളേജിൽ കേരളപ്പിറവി ആഘോഷം അരങ്ങ് 2024 എന്ന പേരിൽ നവംബർ 5 നടത്തപ്പെട്ടു. കലാപരമായ കഴിവുകളും സാംസ്കാരിക പൈതൃകവും ആഘോഷിച്ചുകൊണ്ടുള്ള പരിപാടി വിജയകരമായി പൂർത്തീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ദിയയിലേക്ക്. നവംബർ 5 മരിയൻ കോളേജിൽ കേരളപ്പിറവിയോടനുബന്ധിച്ച് അരങ്ങ് 2024 നടക്കുകയുണ്ടായി. 12:30 അക്കാഡമിക് ബ്ലോക്കിന്റെ മുൻപിൽ വെച്ച് ചെണ്ടമേളത്തോടെ ആരംഭിച്ച ആഘോഷത്തിൽ വിവിധ പരിപാടികളും മത്സരങ്ങളും ഉണ്ടായിരുന്നു. കേരളപ്പിറവി ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി നടത്തപ്പെട്ട കേരളോത്സവത്തിൽ തേർഡ് ബികോം എ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഫസ്റ്റ് ബികോം ബിയും തേർഡ് ബികോം സിയും 2ാം സ്ഥാനം പങ്കിട്ടു. കേരളത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും പ്രചോദിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അരങ്ങ് 2024. ഇടുക്കി കുമളിയിലെ റോസ് പാർക്ക് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദ കേന്ദ്രമായി മാറുന്നു. ദീപാവലി അവധിയും വാരാന്ത്യ അവധിയും കൂടി ആയതിനാൽ നിരവധി ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഹെനിൻ. കുമളിയുടെ പ്രധാന ആകർഷണമായ റോസ് പാർക്കിൽ ദീപാവലിയും വാരാന്ത്യവും അനുബന്ധിച്ചുള്ള തിരക്കാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കുളിർമയേകുന്ന റോസ് പാർക്ക് ആരംഭിച്ചിട്ട് 7 വർഷം പൂർത്തിയാകുന്നു. തമിഴ്നാടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഒട്ടനവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. நாங்கள் தேனி மாவட்டத்திலேருந்து வர்றோம். இங்கே தீபாவளி லீவுக்காக வந்திருக்கோம். இங்கே பார்க்க நல்லா என்ஜாய்மெண்ட்டாக இருக்குது. பிள்ளைகளுக்கு நல்லா விளையாடுறாங்க, அவங்களும் நல்லா சந்தோஷமாக இருக்காங்க. நாங்கள் ஃபேமிலியோடு தான் வந்திருக்கோம். இங்கே இந்த ஜிப் லைனு, ஸ்கை சைக்கிளிங்கு, முன்னாடி போட்டிங் எல்லாம் நல்லா பிள்ளைகளெல்லாம் நல்லா என்ஜாய் பண்ணாங்க. ரொம்ப சந்தோஷமாக இருக்குது இங்கே வந்ததில்.
വാർത്തകൾ ഒരിക്കൽ കൂടി. വീണ്ടും ട്രംപ് യുഗം. മുല്ലപ്പെരിയാർ ഉപ്പ് ശേഖരണം ആരംഭിച്ചു. മരിയൻ കോളേജിൽ കേരളപ്പിറവി ആഘോഷം. കുമളിയിലെ റോസ് പാർക്ക് വിനോദസഞ്ചാരികൾക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.